ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ളതും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതുമായ ഒരു അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മാഗിയുടെ മിൽക്ക് പൗഡറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി വേണ്ടത് 2 കോഴിമുട്ടയാണ്. ഇനി നമുക്ക് വേണ്ടത് 2 കപ്പ് ചൂടുവെള്ളമാണ്. ആ ചൂടുവെള്ളം നമുക്കിനി ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 250 ml കപ്പിന് 2 കപ്പ് ചൂടുവെള്ളം എടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോക്കനട്ട് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ ഇങ്ങനെ നമ്മുടെ ആ മിൽക്ക് പൗഡർ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മളുടെ മുട്ട നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് അരിപ്പൊടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ബ്രാഹ്മിൻസിൻ്റെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ആഡ് ചെയ്യാവുള്ളൂ. കൂടെ ഞാൻ എടുത്തു. ഇനി നമുക്ക് ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ദോശമാവൊക്കെ അരയ്ക്കുമ്പം എങ്ങനെയാണ് ഇരിക്കുന്നത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. അങ്ങനെ അരിപ്പൊടി എല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എള്ളാണ്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടി എന്നിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. പാത്രം വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അച്ചിങ്ങനെ മുക്കി വെക്കാം. എണ്ണ ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചെടുത്ത് നമ്മുടെ ബാറ്ററി മുക്കിയിടാം.
എണ്ണയിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ്ലി മുക്കരുത്. ഒരു 2 സെക്കൻഡ് ഒന്ന് ചൂടാറിയിട്ട് വേണം ബാറ്ററിലേക്ക് ഇടാൻ, അല്ലെങ്കിൽ അതിൽ പിടിക്കില്ല. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.